ഹായ്, ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരിയാണ് പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ് ബിസിനസ്സുകാരി. അമ്മയുടെ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തി, കറ്റാർവാഴ, ആര്യവേപ്പ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകളാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരെയും പോലെ എൻ്റെ അമ്മയ്ക്കും സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് കുറേ പ്ലാൻ ചെയ്ത് കുറേ പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ ഒടുവിൽ അമ്മയ്ക്ക് മനസ്സിലായി നമുക്കൊരു സോപ്പിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അമ്മ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഫൈനലി അത് സക്സസ് ആയി. അങ്ങനെ അമ്മ ഏൺ ചെയ്ത് കഴിഞ്ഞ് അമ്മ കുറേ സേവ് ചെയ്ത് വെച്ചിട്ട് അമ്മ ഒരു ദിവസം പറഞ്ഞു, എല്ലാവർക്കും, ചാച്ചനും അമ്മയ്ക്കും അനിയന്മാർക്കും അമ്മയ്ക്കും എല്ലാവർക്കും അമ്മയുടെ വക ഒരു ചിലവുണ്ട്, എല്ലാവർക്കും അമ്മ ഡ്രസ്സ് എടുത്തിരുന്നു പറഞ്ഞു. അപ്പം അമ്മ അത് ഭയങ്കര പ്രൗഡായിട്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെ അമ്മയുടെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയെ ആലോചിച്ചിട്ട് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ ചാച്ചനും അമ്മയും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് അമ്മയ്ക്കിത് സക്സസ്ഫുള്ളി അമ്മയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. മാത്രമല്ല അമ്മ, ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അനിയൻ, അപ്പോൾ അവനെയും അമ്മയുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ അതിന് പുറമെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഓടിപ്പോവും. അമ്മ പറയും 2 കണ്ണ് പോരെ 4 കണ്ണ് വേണം ഇവനെ നോക്കാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂള് അവധി കൂടിയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും എപ്പോഴും അവൻ്റെ പുറകെ നടന്ന് അവൻ്റെ അടിയും കുത്തും ഒക്കെ വാങ്ങിയിട്ടും എന്നിട്ടും അമ്മ എല്ലാത്തിനും ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും നോക്കാതെ അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് അമ്മ ഈ സോപ്പിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പം അമ്മയുടെ ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് അമ്മയെ ഇന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. അമ്മയ്ക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ഏണിംഗ് ഉണ്ട്. ഒത്തിരി വലിയ തുകയൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കുഞ്ഞ് എമൗണ്ട് ആയിക്കോട്ടെ, അത് നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസവും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഇത് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങൾ ഇത് കാണുന്ന വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുകൂടെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അത്രയേ ഉള്ളൂ. ബൈ.